ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ടിപ്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാതെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ വന്നത്. ഇതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്നോർത്ത് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കുറേ ദിവസം കൊണ്ട് ഞാനിങ്ങനെ പറയണമെന്നൊന്ന് വിചാരിച്ചിരുന്ന വീഡിയോ ആണ്. പിന്നെ എനിക്കൊന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ ലിപ്പ് അനക്കുന്നതും സൗണ്ടും കൂടെ ആയിട്ട് എന്തോ ഒരു ചെറിയ പ്രശ്നം വന്നിട്ട് അത് എന്നാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇനി ഫോണൊന്ന് കടയിൽ കാണിച്ച് നോക്കണം. ഈ ക്യാമറയുടെ നമ്മുടെ ഈ ഫോണിൻ്റെ ക്യാമറ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അല്ലാതെ വേറെ എക്സ്ട്രാ ക്യാമറ ഒന്നും എടുത്ത് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. അതിലുള്ള ക്യാമറ തന്നെയിട്ടാണ് ചെയ്യുന്നത്. ചില സമയത്താണ്, ചിലപ്പോഴേ ഉള്ളൂ കേട്ടോ. ചില സമയത്ത് ചിലപ്പോൾ അന്ന് ഒരു കുഴപ്പമില്ല, നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കടയിൽ കാണിക്കണമെന്ന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാട്ടോ. കഴിഞ്ഞ ദിവസം എൻ്റെ ആരോ പറഞ്ഞ് ലിബ് അനക്കുന്നതനുസരിച്ച് വോയിസ് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അത് എന്നാ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി. കുറേ ഇതിനകത്ത് നോക്കി ഇത് എന്നാ കാര്യങ്ങളൊന്നും പറ്റുന്നില്ല കേട്ടോ. എന്നാലും നമുക്കൊന്ന് കടയിൽ കൊടുത്ത് നോക്കാം. അപ്പോൾ അവരത് ശരിയാക്കി തരുന്നെങ്കിൽ നമുക്ക് വേറെ ക്യാമറ ഒന്നും ഞാനത് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടില്ല. ഇതിൻ്റെ ക്യാമറ കുഴപ്പമില്ലെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാതിരുന്നത്. അപ്പോൾ അതെന്നെ ഇനി ഫോണിനകത്ത് ഇനി എന്തെങ്കിലും ഓഫായി കിടക്കണമല്ലോ എന്ന് അറിയത്തില്ല കേട്ടോ. അത് നിങ്ങൾ പറയുന്നത് മിക്കവരും കമൻറ്റിൽ ഇടുന്നുണ്ട്. ചില വീഡിയോക്കൊക്കെയാണ്, ചില വീഡിയോയ്ക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയാൻ വന്നതെന്ന് ചോദിച്ചാൽ, അതിനൊരു കാര്യം പറഞ്ഞിട്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്തേരെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ മിക്ക വീടുകളിലും ഉണ്ട് ഈ പ്രായം ചെന്നവരുണ്ട്. അത് ചിലരെന്നാന്ന് ചോദിച്ചാൽ മക്കൾ എന്നാ വിചാരിക്കുമെന്നും പണ്ട് അപ്പനമ്മ 2 റൂമിൽ കിടക്കുന്നവരുണ്ട്. അത് മക്കൾ എന്നാ വിചാരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അപ്പനും അമ്മയാണ്, നിങ്ങൾ അവളുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളായത്. അപ്പം നിങ്ങൾ ഈ അപ്പനും അമ്മയും 2 റൂമിൽ കിടക്കേണ്ട യാതൊരു കാര്യമില്ല ഒരു പ്രായം കഴിഞ്ഞാൽ. പിന്നെ ചിലർ കാണിക്കുന്ന പരിപാടിയാണ് കൊച്ചുമക്കളെ ഈ അമ്മയെ അംഗീകരിപ്പിക്കും. അവർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങണം, അതിനാണ് ഈ കൊച്ചുമക്കൾ. ഇപ്പോൾ ഈ കൊച്ചുമക്കൾ കിടന്ന് കരയുമ്പം പ്രായം ചെന്നവരല്ലേ, ഈ അപ്പൻ ഇച്ചിരി ദേഷ്യം വരും, ഇത് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയും. അപ്പം എന്നെ ഈ അമ്മ ഈ കുഞ്ഞിനെ കൊണ്ട് അടുത്ത റൂമിലോട്ട് പോകും. പിന്നെ അവിടെ ആകും ഈ അമ്മയുടെ കിടപ്പ്. പിന്നെ ഈ അച്ഛൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ അമ്മയ്ക്ക് സമയം കിട്ടത്തില്ല. അങ്ങനെ ഒത്തിരി പേര് കാണിക്കുന്നുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങളത് വീട്ടിലുള്ള മക്കളാണ് അത് മനസ്സിലാക്കേണ്ടത്, അല്ലാതെ വേറെ ആരുമല്ല അത് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്കുണ്ടായ കുഞ്ഞുങ്ങളാണ്, അതിനെ നിങ്ങളാണ് സംരക്ഷിക്കേണ്ടത്. അതിനിപ്പം നിങ്ങൾക്ക് ഉറങ്ങണമെന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് ചിന്തിക്കണമായിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. അത് നമ്മൾ പ്രസവിച്ചതിന് ശേഷം വേറൊരാളെ അല്ല ഏൽപ്പിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ. നമ്മൾ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, നമ്മുടെ സ്നേഹമാണ് അവർക്ക് കൊടുക്കേണ്ടത്. എന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തണമെന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് അവരുടേതായ വയ്യാഴികയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അവരായിട്ട് ഒരുപാട് ഇട്ടതാക്കല്ലേ. കുഞ്ഞുങ്ങൾ അവരോട് കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തോട്ടെ. സന്ധ്യ സമയമാകുമ്പം രാത്രി കിടക്കാൻ തരാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കൂടെ കിടത്തും. അവർ സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങട്ടെ. അവർക്കൊക്കെ എത്രമാത്രം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു 40 കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഷുഗറും എല്ലാം ഉണ്ടാകാറുണ്ട് ഇല്ലേ. ഷുഗർ കൊണ്ട് തന്നെ പല അസുഖങ്ങളും ഉണ്ടാകാറുണ്ട്. അതിന് മരുന്ന് കഴിക്കുന്നവരുണ്ടാകും. ചിലപ്പോൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഒരു ക്ഷീണം കൂടുതൽ വരും. അപ്പോൾ ഇവർക്കൊന്ന് ഉറങ്ങിപ്പോയെങ്കിൽ അവർ ഉറങ്ങിയല്ല നേരം കുഞ്ഞെടുത്ത് കിടക്കുന്ന കുഞ്ഞ് കരഞ്ഞെങ്കിലോ എന്നോർത്ത് അതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടവരുണ്ട്. ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ളവർ അവർ കുഞ്ഞുങ്ങളെ അവർ അമ്മയെ ഏൽപ്പിക്കാറുണ്ട്. അവർക്കൊരു നിവൃത്തിയില്ല. നമ്മളത് സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ വീട്ടിൽ ഉള്ള മക്കളുടെയും മരുമക്കളുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യരുത്. അതുപോലെ തന്നെ ഈ അപ്പന്മാർക്ക് ദേഷ്യമാണ് ഈ അമ്മമാരും പറയാറുണ്ട്. എന്നാന്നറിയോ, ഇവർ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഇവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ദേഷ്യം വന്നു പോകും. അതാണ് സംഭവിക്കുന്നത്. അല്ലാതെ അവർ മൂശാട്ടക്കാരായിട്ടൊന്നുമല്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടവർ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി നടക്കുമ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യം വരും. ആ ദേഷ്യമാണ് അവർ എല്ലാ രീതിക്കും അങ്ങ് ഇതാക്കുന്നത്. നമുക്ക് ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചിലർ അറിയോ മക്കൾ എന്നാ വിചാരിക്കും, അപ്പനമ്മ മക്കൾ എന്നാ വിചാരിക്കാനായിട്ട് ഒന്നും വിചാരിക്കാനായിട്ടില്ല. ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആരോഗ്യമുള്ള സമയത്തല്ല നമ്മൾ പരസ്പരം തുണയാകേണ്ടത്. എന്നും പറഞ്ഞാൽ ആരോഗ്യമുള്ള സമയത്ത് കളഞ്ഞിച്ച് പോകണമെന്നല്ല പറഞ്ഞത്. അതിനേക്കാൾ കൂടുതൽ വാർദ്ധക്യത്തിലാണ് പരസ്പരം തുണയാകേണ്ടത്. ഈ 2 റൂമിൽ കിടക്കുന്ന നേരം വെളുത്ത് നോക്കുമ്പോൾ ഈ ഇപ്പുറത്തെ റൂമിലെ ആൾക്ക് ഒരു അനക്കമില്ലെങ്കിലൊന്ന് ഓർത്ത് നോക്കി. പിന്നീട് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ, ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് അറിയുമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ. അതുപോലെ തന്നെ കാണിക്കുന്ന വേറൊരു പരിപാടിയുണ്ട്. മക്കൾ കാണിക്കുന്ന പരിപാടിയുണ്ട്. വിദേശത്തുള്ള മക്കൾ അവർ കാണിക്കുന്ന പരിപാടി എന്നാണെന്നറിയാം. ഈ അമ്മയെ അങ്ങ് കൊണ്ടുപോകും, അപ്പനെ നാട്ടിൽ നിർത്തും. ഈ അപ്പനെ പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഈ അപ്പൻ ഈ നാട്ടിൽ നിൽക്കുന്ന മറ്റുള്ള ബന്ധുക്കാരുടെ അടുത്തൊക്കെ ആയിരിക്കും, മക്കൾ മുഴുവൻ ഗൾഫിലായിരിക്കും. ഈ അപ്പൻ തന്നെയായിരിക്കും നാട്ടിൽ ആ വീട്ടിൽ കഴിയുന്നത്. ഒരു സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് ഈ മക്കൾക്കും എല്ലാം വേണ്ടി, ഈ അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി വെളിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ചിലപ്പോൾ സമ്പാദിച്ചൊരു മനുഷ്യനായിരിക്കും.
കുടുംബം നോക്കിയ മനുഷ്യനായിരിക്കും. ആ മനുഷ്യന് വയസ്സായപ്പോഴത്തേക്ക് കാലേ നീരും ഷുഗറും ഒക്കെ വന്ന് വയ്യാഴികയുണ്ട്, എനിക്കറിയാവുന്നവരുണ്ട്. അങ്ങനെ വന്നിട്ട് ഈ മക്കളും അമ്മയും എല്ലാം വിദേശത്ത്, ഈ പുള്ളി സ്വന്തം ചേട്ടനോ അനിയനോ ഒക്കെ അടുത്ത് കാണും. അവരുടെ അടുത്താണ് പോയി ആഹാരം കഴിച്ചും കടയിൽ നിന്ന് ആഹാരം കഴിച്ചും ഒക്കെ ജീവിക്കുന്നത്. എന്നെ ജീവിതമാണ് അതൊക്കെ. അവരുടെ നല്ല കാലം മൊത്തം അവർ കഷ്ടപ്പെട്ടു. വാർദ്ധക്യത്തിലെങ്കിലും ഇവരോരോ ഒന്നിച്ച് വേണ്ടേ, ഈ അപ്പനും അമ്മയും ഒന്നിച്ച് വേണ്ടേ. ഇനി ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾക്ക് അമ്മ കൂടെ ഇല്ല, അപ്പം മാത്രമേ ഉള്ളൂ. നിങ്ങൾ കല്യാണം എല്ലാം കഴിച്ചു പോയി, നിങ്ങൾക്ക് നാട്ടിൽ അപ്പനെ നോക്കി നിൽക്കാൻ പറ്റത്തില്ല. ഒത്തിരി പേർക്ക് അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പം നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവർക്കൊരു കൂട്ടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവരെ വിവാഹം കഴിപ്പിക്കുക, വീണ്ടും ഒരു വിവാഹം കഴിപ്പിച്ച് കൊടുക്കുക. അത് അവർക്ക് ഹണിമൂണിന് പോകാനാണെന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, അവർക്കൊരു തുണയാകാനെന്ന് ചിന്തിച്ച് വേണം. നാട്ടുകാർ ചിലപ്പോൾ അയ്യോ വയസ്സനാം കാലത്ത് അങ്ങനെ എന്നതിൻ്റെ സുഖമായിരുന്നു ഇപ്പോൾ കല്യാണം കഴിച്ചെന്ന് ചോദിക്കും. ഈ ചോദിക്കുന്നവരുടെ സൂക്കേട് കാരണമാണ് അവരാ ചോദിക്കുന്നത്. അല്ലാതെ നല്ല കണ്ണോടുകൂടി നമ്മൾ നോക്കിയാൽ ഒരു പ്രായം ചെന്നൊരു മനുഷ്യന് നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ, ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് ഭാര്യയും ഭർത്താവും തന്നെയാണ് എപ്പോഴും നമുക്ക് കൂട്ട് വേണ്ടത്. അല്ലാതെ മക്കൾ നോക്കുമോ മരുമക്കൾ നോക്കുമോ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയാണ്. പക്ഷേ മരുമക്കൾ നോക്കുന്നവരും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. മരുമക്കളും മക്കളും ഒക്കെ ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർ വിദേശത്തായിട്ട് തന്നെ നാട്ടിൽ ഇവരെ ഇട്ട് ഏതെങ്കിലും ഒരു ജോലിക്കാരെ ഏൽപ്പിച്ച് കൊടുക്കും. ഈ ജോലിക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വന്ന് അവിടെ അവരുടെ തോന്നിയ പോലെ ആയിരിക്കും കാണിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല അവിടെ നിന്ന്. നമ്മുടെ ശമ്പളത്തിന് വേണ്ടി മാത്രമാണ് അവർ നമ്മുടെ കർമ്മമാരെ നോക്കുന്നത്, അല്ലാതെ അവർക്കൊരു ബന്ധവും ഇല്ല. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അപ്പനെയും അമ്മയും നിങ്ങൾ തന്നെ സംരക്ഷിക്കുക. പറ്റുന്നൊരു നാട്ടിലുള്ളവർ അല്ലാത്തവർ അത് സംരക്ഷിക്കുമ്പം അമ്മയെ കൂടെ കൊണ്ടുപോയി അച്ഛനെ ഒറ്റയ്ക്ക് നാട്ടിലിടാതിരിക്കുക. അങ്ങനെ കൊണ്ടുവന്ന മക്കൾക്ക് അമ്മയോട് സ്നേഹം ഉണ്ടായിട്ട് കൊണ്ടുവന്നല്ല കേട്ടോ. അവരുടെ മക്കളെ നോക്കാൻ ഒരു ജോലിക്കാരി ആവശ്യമുണ്ട്, അതിനുവേണ്ടി മാത്രം കൊണ്ടുവന്നതെന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെ അവർക്ക് അമ്മയോട് സ്നേഹം ഉണ്ടെങ്കിൽ ഈ അപ്പനും അവർക്ക് കൂടെ അവിടെ കാണും, ഇല്ലേ? അവിടെ കാണും. കാര്യം അപ്പനെ നാട്ടിൽ ഇടുകയില്ല. ആ വയ്യാതെകളൊക്കെ ഉള്ള ഒരാൾക്കാരെയൊക്കെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മൾ ഒട്ടുമയും ഒറ്റയ്ക്ക് ഇടാതിരിക്കുക. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം പെൺമക്കളായാലും കാണിക്കുന്നതേ കണ്ടിട്ടുണ്ട്. അമ്മമാരുടെ കയ്യിലോട്ട് കുഞ്ഞുങ്ങളെ കൊടുക്കുക, എന്നിട്ട് ഇവർ സുഖമായിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുക. അമ്മ നോക്കിക്കോളൂ, പിന്നെ എന്നാ കുഴപ്പം എന്ന് ചോദിക്കും. ഈ അമ്മയ്ക്ക് ഈ കുഞ്ഞുങ്ങളെ നോക്കണം, വീട്ടിലെ ജോലിയും ചെയ്യണം. പിന്നെ ചില ആമക്കളുണ്ട്, അമ്മമാരെ എത്രയിട്ട് മരുമക്കൾ കഷ്ടപ്പെടുത്തിയാലും അവർ മൈൻഡ് ചെയ്തില്ല. അവരുടെ കണ്ണ് അങ്ങോട്ട് തുറക്കുകയില്ല, അവരുടെ കണ്ണ് അടഞ്ഞിരിക്കും. അതും എനിക്കറിയാവുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. മരുമക്കളോട് പോരെടുക്കുന്ന അമ്മായിമ്മമാരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ആമക്കൾ ഒരു സമയത്ത് ഈ ആമക്കളെ വളർത്തിക്കൊണ്ട് വന്ന ആ അമ്മയാണ് കിടന്ന് ഈ കഷ്ടപ്പെടുന്നതെന്ന് അവർ നോക്കത്തില്ല. എന്നെ അമ്മയുടെ സൈഡിൽ നിന്ന് പറഞ്ഞ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതാണ്. അങ്ങനെയല്ല ഒരിക്കലും. അമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹം വേറെ, ഭാര്യയ്ക്ക് കൊടുക്കുന്ന സ്നേഹം വേറെ, മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം വേറെ. അതെല്ലാം വേറെ വേറെ സ്നേഹങ്ങളാണ്. നമ്മൾ ഒരു സിനിമ കണ്ടപ്പം പറഞ്ഞായിരുന്നു, മമ്മൂട്ടിയുടെ സിനിമയല്ല, മമ്മൂക്ക ഒരു ഇതിനകത്ത് പറയുന്നുണ്ട്, ഭാര്യ ഭർത്തൃ ബന്ധമെന്ന് പറഞ്ഞാൽ ഒരു ബന്ധവുമല്ല, അത് എപ്പോൾ വേണേലും പിരിഞ്ഞു പോകാവുന്ന ബന്ധമാണ്. അവർ നമ്മുടെ ആരുമല്ല, നമുക്കത് വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്ന് വെക്കാൻ പറ്റുന്നൊരു ബന്ധമാണ്. പക്ഷേങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിന്നാണ് ഈ കാണുന്ന രക്തബന്ധം മുഴുവനും ഉണ്ടാകുന്നതെന്ന്. സത്യമല്ലേ അത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ ഒരു ബന്ധത്തിൽ നിന്നാണ്, അപ്പനും അമ്മയും നിന്നാണ് മക്കളുണ്ടെന്ന്, അത് രക്തബന്ധമാവുകയാണ് ചെയ്യുന്നത്, അങ്ങനെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഭാര്യയും ഭർത്താവിനും തമ്മിൽ പ്രായം ചെന്ന് കഴിയുമ്പോൾ അവരെ അകറ്റി നിർത്താതെ മക്കളാണ് അത് നോക്കേണ്ടത്. അവരെ ഒന്നിച്ച് നിർത്തുക. അവർക്കും ഉണ്ട് വയസ്സനാം കാലത്ത് ഓരോരോ കാര്യങ്ങൾ പറയാനും അവരുടേതായ ലോകത്ത്. നിങ്ങൾ ഇനിയിപ്പോൾ അപ്പനും അമ്മയും തന്നെ നാട്ടിലുള്ളതെന്നോ നിങ്ങൾ വിഷമിക്കേണ്ട. അവർക്കൊരു വെളിയിലുള്ളവരാണെങ്കിൽ അവർക്കൊരു ജോലിക്കാരെ നിർത്തി കൊടുത്താൽ മതി. ആ അപ്പനും അമ്മയും അവിടെ വയസ്സനാം കാലത്ത് റെസ്റ്റ് എടുത്തോളും. അവരുടെ കാര്യങ്ങൾ നോക്കാൻ അവിടെ ഒരു ജോലിക്കാരിയുണ്ട്, ഇല്ലേ? അങ്ങനെ അങ്ങ് ചിന്തിക്കുക. അപ്പം അപ്പനെയും അമ്മയും മാറ്റി നിർത്താതിരിക്കുക, അവരൊന്നിച്ചിരിക്കുക. ഞാൻ കണ്ടിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ, അത് ഈ ഭാര്യമാരുടെ കയ്യിലും ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ. ഭാര്യമാരുടെ കയ്യിലെന്ന് വെച്ചാൽ അവരാണ് കൂടുതലും ഈ കൊച്ചുമക്കളെ എടുത്തുകൊണ്ട് പോകുന്നത്. ഈ അവരെ നോക്കണം. ഈ കൊച്ചുമക്കളെ നോക്കണ്ട, അവരുടെ അപ്പനും അമ്മയും ഇല്ലേ, അവർ നോക്കിയോളൂ. കാര്യം അമ്മമാർ നോക്കണ്ടെന്നല്ല, അവർ സ്നേഹിച്ചിട്ടില്ലേ. പക്ഷേ അതിനേക്കാൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഭർത്താവിനാണ്. ആ ആൾ കൂടെ ഉണ്ട്. അങ്ങനെയുള്ള ആളെ കൂടെ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഭർത്താക്കന്മാരും ഉണ്ട്. ഭാര്യമാർക്ക് വയ്യ, കാലുവേദനയോ കൈവേദനയോ, അവർക്ക് എപ്പോഴും അസുഖം എന്ന് പറഞ്ഞത്. ഇവർക്ക് ഈ വയസ്സായപ്പോഴാണ് അസുഖം ഉണ്ടായത്. അതിനു മുമ്പ് ഈ അപ്പനും മക്കൾക്കും വേണ്ടി കഷ്ടപ്പെട്ടതാണ് ഈ ഭാര്യ, ഇല്ലേ? അങ്ങനെ നമ്മൾ ഈ കുറ്റപ്പെടുത്താതെ അവർ ഒരു നിമിഷം സ്നേഹിച്ച് നോക്ക്. അതാണ് വേണ്ടത്. ഇപ്പം ഞാനിത് കുറേ ദിവസം കൊണ്ടത് പറയണമെന്ന് നോക്കി. ഞാൻ കുറേ പേരുടെ കാര്യങ്ങൾ കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞത്, അല്ലാതെ ചുമ്മാ ഇതായിട്ട് പറഞ്ഞതല്ല. ഇനി അവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവരാണോ എന്നും എനിക്കറിയത്തില്ല. കാണുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒന്നിച്ച് നിൽക്കുക. രാത്രിയിൽ ഒരാളുടെ ജീവൻ പോയാൽ അടുത്തയാൾ അറിയുകയില്ല. ഒന്നിച്ച് നിൽക്കേണ്ട, അടുത്തയാൾ അറിയുകയില്ല ഒരാളുടെ ജീവൻ പോയാൽ. നിങ്ങൾ 2 റൂമിലായിട്ട് കിടന്നാൽ
അവരുടെ കൂടെ നിൽക്കും. ഒന്ന് വയ്യാതെ വന്നാൽ ഒന്ന് ഇതാകുക. പിന്നെ നല്ല മരുമക്കൾ അമ്മായിയപ്പനെ നോക്കുന്നവരുണ്ട് കേട്ടോ. അമ്മായിയമ്മ മരിച്ചു പോയി കഴിഞ്ഞാണേലും അമ്മായിയപ്പൻ മരിച്ചു പോയതാണേലും അങ്ങനെ ഈ അമ്മയും അപ്പനും ഒറ്റയ്ക്കുള്ളിടത്തൊക്കെ നല്ലപോലെ നോക്കുന്നുണ്ട്. അതൊരു 100-ൽ 10% നോക്കുന്നുണ്ട്. പക്ഷെ 90% കാണിക്കുന്നത് ഈ പരിപാടിയാണ്. അവരായിട്ട് കഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്ന വയസ്സനായ കാലത്ത്. മക്കളെ ചിന്തിക്കുക, അവർക്ക് എന്നാ പണി, അവർക്ക് ചെയ്ത് കൂടുന്നത്. ഇവർ ഈ ഇത്രയും വർഷം കിടന്ന് കഷ്ടപ്പെട്ടിട്ടല്ലേ ഈ വരുന്നത്. ഇനി അവർ ഈ ലോകത്തുനിന്ന് പോകാൻ എന്നാ നാളുകളുണ്ട്. ആ ഉള്ള സമയം അവരൊന്ന് കുറച്ച് റെസ്റ്റ് എടുക്കുന്നതല്ലേ നല്ലത്. ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല. എല്ലാവരും ഭാര്യയും ഭർത്താവിനും ഒരേ രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. 2 കൂട്ടരും ഒരുപോലെ നിന്നാലേ അവർക്കൊരു തുണയാകത്തുള്ളൂ. പിന്നെ മക്കൾ മനസ്സിലാക്കുക, നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തുന്നതാണ് ഇവർ. വാർദ്ധക്യത്തിലെങ്കിൽ അവർക്കൊരു റെസ്റ്റ് കൊടുക്കണ്ടേ നമ്മൾ. അവർക്ക് ആ സമയത്തെങ്കിലും നമ്മൾ അവർക്കൊരു റെസ്റ്റ് കൊടുത്ത് അവരവരുടേതായ ലോകത്തേക്ക് കുറച്ചൊന്ന് സമാധാനമായിട്ട് വിടുക. അങ്ങനെ വിട്ടാൽ അതേ നന്മ നമുക്കും കിട്ടും. നമ്മുടെ മക്കൾ നമുക്കും അതുപോലൊരു ഇത് തരും നമുക്കും. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇത് കണ്ടു വളർന്നാൽ അവരും നമ്മളോട് അങ്ങനെ തന്നെ പെരുമാറുകയുള്ളൂ. പറഞ്ഞതിൽ ആർക്കും ഒരിത് കണ്ട് ഞാൻ കുറ്റമായിട്ട് ഒരിതും പറ്റില്ല. ജോലിക്ക് പോകുന്നവരെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ നാട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട്, വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്ത് വെച്ച് അമ്മായിമ്മയുടെയും കാര്യം നോക്കി ജോലിക്ക് പോകുന്നവരുമുണ്ട് ഇല്ലേ, അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. പിന്നെ ഈ വെച്ചാൽ എന്നാ പറയാം, ആണുങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുകയില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. ആണുങ്ങൾ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം ഭാര്യയ്ക്കും, അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം അമ്മയ്ക്കും, പെങ്ങൾക്ക് കൊടുക്കേണ്ട സ്നേഹം പെങ്ങൾക്കും, മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം മക്കൾക്കും, ചേട്ടനും അനിയനും, നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കേണ്ടതിന് ഓരോരോ സ്നേഹങ്ങളാണ്. അല്ലാതെ എല്ലാവർക്കും ഒരേ സ്നേഹമല്ല നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കേണ്ട രീതിക്ക് കൊടുത്താൽ ഒരു വീട്ടിലും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ചില ആണുങ്ങളുണ്ട്, അയ്യോ അമ്മയ്ക്ക് എന്നാ തോന്നുന്നു ഞാൻ അവളോടൊന്ന് സ്നേഹം കാണിച്ചാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടും, അതുകൊണ്ട് ഭാര്യയോട് വലിയ മൈൻഡ് കാണിക്കത്തില്ല. പിന്നെ ചിലരുണ്ട്, അയ്യോ അമ്മയെ ഞാനൊന്ന് സ്നേഹിച്ചാൽ ഭാര്യ എന്നാ പറയും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഇവരെ എല്ലാം ഒരേ ലെവലിൽ വരുമ്പോഴേ ഒരേ രീതിക്കും കൊണ്ട് വരുമ്പോഴേ തലേ കയറ്റി വെക്കാതിരിക്കുക. അതാണ് ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയതെന്ന് പറയുന്നത്. നമ്മൾ വരുന്ന ആ സ്നേഹം തന്നെ അവസാനം വരെ അവർക്ക് കൊടുക്കുക, ഒരു പ്രശ്നവും വരത്തില്ല. അപ്പം ചിന്തിച്ച് നോക്കുക, ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് അടുത്ത മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇത് ചുമ്മാ ഞാൻ ഇത് കണ്ടതുകൊണ്ട് ഇങ്ങനെ വന്നതേ ഉള്ളൂ. കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത്രയൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാമേ.